ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ISL ഫൈനലിൽ ആര് വിജയിക്കുമെന്ന ആശങ്കയിലാണ് മലയാളികൾ. 20-ന് ഗോവയിലെ ഫതോഡ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FCയെ നേരിടും. ഇതാദ്യമായാണ് ഹൈദരാബാദ് ISL ഫൈനലിൽ എത്തുന്നത്. നേരത്തെ 2014-16 വർഷങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ എത്തിയിരുന്നു. നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നത്. ജംഷഡ്പൂരിനെതിരെ ആദ്യ പാദ സെമിയിൽ 1-0 വിജയിച്ച ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പാദത്തിൽ 1-1 സമനില വഴങ്ങിയാണ് ഫൈനലിലേക്ക് പ്രവേശിച്ചത്. ഗോവയിലെ GMC അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന രണ്ടാം സെമിയുടെ രണ്ടാം പാദത്തിൽ ATK മോഹൻ ബഗാൻ ഹൈദരാബാദ് FCയെ പരാജയപ്പെടുത്തി. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു ATKയുടെ വിജയം. ആദ്യ പാദത്തിൽ ഹൈദരാബാദ് 1-3 ഗോളുകൾക്ക് വിജയിച്ചിരുന്നു. ഇതോടെയാണ് ഹൈദരാബാദ് ഫൈനലിൽ എത്തിയത്. ഞായറാഴ്ച നടക്കാനിരിക്കുന്ന മത്സരത്തിൽ ആര് വിജയിച്ചാലും ഇത്തവണ പുതിയ ചാമ്പ്യനെ ആയിരിക്കും ആരാധകർക്ക് ലഭിക്കുക. അതോടൊപ്പം തന്നെ കലാശപ്പോരിൽ മഞ്ഞ ജേഴ്സി അണിഞ്ഞാകില്ല ബ്ലാസ്റ്റേഴ്സ് എത്തുന്നതെന്ന വാർത്തയും വരുന്നുണ്ട്. ലീഗ് ഘട്ടത്തിൽ കൂടുതൽ പോയിന്റ് നേടിയതിനാൽ ഹൈദരാബാദിനായിരിക്കും ഹോം ജേഴ്സിയായ മഞ്ഞ ജേഴ്സി ലഭിക്കുന്നത്. കൂടുതൽ പോയിന്റ് നേടിയതിനാൽ ഹൈദരാബാദിനെയാണ് ഹോം ടീമായി കണക്കാക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് AWay ജേഴ്സി അണിഞ്ഞാകും ഇത്തവണ ഫൈനലിൽ എത്തുക. ഇതോടെ ഗോവയിൽ അല്പം സങ്കടപ്പെടുമെങ്കിലും കപ്പടിക്കുമെന്ന വിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ.